ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം, ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് റവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. കണ്ടല്ലോ, വെള്ളമെല്ലാം നല്ലോണം അതങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു തവിയോ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ അതൊന്ന് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ റവയൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് നമുക്കൊരു മാവിൻ്റെ പരുവത്തിൽ കിട്ടും കേട്ടോ. നമ്മുടെ ദോശമാവൊക്കെ ഇല്ല, ആ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ല രീതിയിലൊന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. കണ്ടല്ലോ, ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഇനി വെജിറ്റേറിയൻകാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് പകരം നിങ്ങൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. മുട്ടയും അതുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ മാവിൻ്റെ ഒരു പരുവം ഞാനിവിടെ കാണിച്ചു തരാം. ആ ഒരു പരുവത്തിൽ വേണമെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ വെള്ളമാകാനും പാടില്ല കേട്ടോ. കുറച്ചൊന്ന് കട്ടിക്ക് തന്നെ മാവ് ഇരിക്കണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിനോടൊപ്പം തന്നെ ഒരു പൊട്ടറ്റോ, ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് മതി കേട്ടോ, ഒരു 2 കൈപ്പിടി അളവ് തേങ്ങ തിരകി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവ് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം കേട്ടോ, ഒരുപാട് ലൂസായി പോകാനൊന്നും പാടില്ലേ. അപ്പോൾ മാവ് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റേറിയൻകാരാണെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം ഞാൻ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം വെജിറ്റേറിയൻകാരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുക. അതിന് പകരം 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്. അത് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടും, നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ ആ റെസിപ്പിക്ക്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ഒരു ദോശക്കല്ലോ ഒരു അപ്പച്ചട്ടിയോ എന്തെങ്കിലും വയ്ക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ്, ഒരു തവി മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടും സവാളയും തമ്മിലുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് അതിൻ്റെ പുറത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാമേ. അടച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ വേവിക്കുമ്പോഴത്തേക്കും 2 സൈഡും നല്ല രീതിയിലൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനൊരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിച്ചോളും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റോട് കൂടി ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കും. മുൻപോട്ടുള്ള റെസിപ്പീസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്